ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഗാരേജ് ഇപ്പോൾ 3-4 ദിവസത്തേക്കായിട്ട് തുറക്കാനായിട്ട് സാധിക്കില്ല, കാരണം അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാണ്. വീട്ടിൽ നമ്മളുടെ എർട്ടിഗയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഡാഷ്ബോർഡ് ക്യാമറ സെറ്റിങ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാനലുണ്ടല്ലോ, ഈ ഒരു പാനൽ, ഈ സിൽവർ ഭാഗം വരുന്നത് ഇവിടെ വരുന്നുണ്ട്, അതേപോലെ ഇവിടെ വരുന്നുണ്ട്, അതേപോലെ ആ സൈഡിൽ വരുന്നുണ്ട്, ഇതവിടെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡോറിൻ്റെ സ്വിച്ച് പാനലുകൾ, ഇതേപോലെയുള്ള സ്വിച്ച് പാനലുകൾ, അങ്ങനത്തെ പാനലുകൾ ഫുള്ളായിട്ട് നമ്മളുടെ എർട്ടിഗയുടെ ഫാൻറ്റം ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ ഫോർച്യൂണർ പറഞ്ഞൊരു കളറാണ്, സെറാലിക്കൊക്കെ പറഞ്ഞൊരു കളറാണ്. അപ്പോൾ ആ കളർ അടിച്ച് അതിനെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇങ്ങനെ കണ്ട് കുറച്ച് ബോറായ കാരണം ഒന്ന് വ്യത്യസ്തപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, നമ്മളുടെ വണ്ടി ഡീസൽ വണ്ടി എവിടെയാണ്. അപ്പോൾ അതുമേയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. പെട്രോൾ ഈ വണ്ടിയുമല്ല ചെയ്യണത്, നമ്മുടെ ഡീസൽ വണ്ടിയുമേയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് വിട്ടാലോ. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ സാധനങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ അഴിച്ചു കേട്ടോ. ഫുള്ളായിട്ട് തന്നെ അഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രീതിയിൽ അയച്ചു. ഈ സാധനങ്ങളെല്ലാം അഴിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു പാർട്സുകൾ ഫുള്ളും ഫാൻറ്റം ബ്രൗൺ അടിക്കും. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നത് ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ 1 mm ലെയർ വരുള്ളൂ. അതേപോലെ തന്നെ അത് തേഞ്ഞ് പോകാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. പക്ഷേ നമ്മൾക്ക് ഹാൻഡ് ടച്ചും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് വരാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം കുത്തി ഉരച്ചിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ ഒലിഞ്ഞു പോവേ, അല്ലെങ്കിൽ ആ അടർന്നു പോവേ, അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കും അടിച്ചതുകൊണ്ട് വേറെ കംപ്ലയിൻസ്, ബബിൾസ് കാര്യങ്ങളൊക്കെ വരാം. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ക്യാപ്സിയിൽ ഇതിന് വേണ്ടിയിട്ട് ഡാഷ്ബോർഡ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സെറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ആയിട്ടുണ്ട്. സെറാലിക്കാണ്. കുറച്ച് ഗ്ലേസിങ് ഗിൽറ്റൊക്കെ വരുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം ഏതാണ് ആ ഗിൽറ്റ് കാണാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷൈനിങ് ആയി ഇവിടെ. അതേപോലെ ഇവിടെ ഈ ഒരു ഷൈനിങ് ബ്ലാക്ക് അല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഫോൺ വെച്ചിട്ട് കാണിച്ചു തരാം. കാരണം വെയിലത്ത് അതിൻ്റെ ഷൈനിങ് വരുള്ളൂ. കണ്ടോ, ഉള്ളിൽ സിറാലിക്കാണ്, ബ്ലാക്ക് അല്ലത്.
അപ്പോൾ ഒരു ഫിനിഷിങ്ങിലായി ആയിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും. അപ്പോൾ നിങ്ങളുടെ കമൻസും ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്കിട്ടോ. എന്തായാലും എനിക്കിഷ്ടമായിട്ടുണ്ട്. കാരണം വലിയ മെനയുടെ കാര്യങ്ങളൊന്നും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വെറൈറ്റി ഇപ്പോൾ മുന്നേ സിൽവർ ആയിരുന്നു, അപ്പോൾ അതിൽ നിന്നൊന്നും മാറിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു രസം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ആഫ്റ്റർ ആൻഡ് ബിഫോർ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, അത് കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ക്യാമറ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവം കേട്ടോ. മനസ്സിലായിണ്ടാവും. നമ്മളിവിടെ കൈ വയ്ക്കാനായിട്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ മേൽഭാഗത്തായിട്ട് കൈ വയ്ക്കാനായിട്ടുള്ള സെറ്റപ്പ്, ഹാൻഡ് റെസ്റ്റ്. അപ്പോൾ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 950 രൂപയാണ് ഈ സാധനത്തിന് വരുന്നത്. പൊട്ടിച്ച് നോക്കാം. കാരണം ലോങ് ഒക്കെ പോകുമ്പേ ശരിക്കും അവിടെ കൈ വയ്ക്കുമ്പോഴുള്ള സുഖം മറ്റൊന്നുമില്ല. അപ്പോൾ അത് കാരണം വാങ്ങിയതാണ്. ബോക്സാണ് ഒരു എന്നിട്ട് പറയുക, ഫോണിൻ്റെ ചാർജറിങ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാം. നമ്മളുടെ ഡാഷ്ബോർഡ് ക്യാമറ കാര്യങ്ങളെല്ലാം സെറ്റിംഗ് കണ്ടിരിക്കും. അത് എങ്ങനെ സെറ്റ് ചെയ്താൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. കുറച്ച് ഒരു ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടൊരു ചെറിയൊരു വിവരമുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെയാണ് ഡാഷ്ബോർഡ് ക്യാമറ സെറ്റിംഗ് ചെയ്തിരിക്കുന്നത്. കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നർ സൈഡിൽ കൂടെ ഇതിൻ്റെ റൂഫിൻ്റെ ഈ ഗ്യാപ്പിൽ കോഡ് എടുത്ത് വയർ ഈ ഒരു ഇത് പാനൽ ഊരിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കോഡ് എടുത്ത് ആ ഗ്യാപ്പിൽ കൂടെ വന്ന് നമ്മൾ ഈ ഹോളിൽ കൂടെ ഇവിടെ നമ്മൾക്ക് USB പോർട്ട് വരുന്ന ഹോളുണ്ട്. നമ്മുടെ ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീഡിയോ ആയതുകൊണ്ട് തന്നെ USB പോർട്ട് ഇങ്ങനെ 2 വയറായിട്ട് വരുന്നത്. അപ്പോൾ ആ പോർട്ടിൻ്റെ ഇടയിൽ കൂടെ നമ്മളെടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്തു. കാരണം ഇതിലേക്ക് തന്നെ കണക്ട് ഞാൻ ഡയറക്റ്റ് കൊടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. എല്ലാ സമയത്തും ഓൺ ചെയ്യണം അങ്ങനെ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ റണ്ണിങ് സമയത്ത് മാത്രമേ ഞാൻ ഓൺ ചെയ്യണുള്ളൂ. ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീനാണ്. സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് ഒന്ന് ഉപയോഗിക്കട്ടെ, ഓടിച്ച് നോക്കിയിട്ട് ബാക്കി അറിയാം. പിന്നെ നമുക്ക് ബാക്കിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വയർ ബാക്ക് റിയർ ക്യാമറയാണ്. റിയർ ക്യാമറയിലേക്ക് പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് അതിൻ്റെ അടിയിൽ കൂടെ വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ ഇവിടെ ഒരു ആലിയാട്ടെന്ന് കണ്ട് ഒരു സംഭവം ഫോൺ വയ്ക്കാനായിട്ട് പറ്റുമെന്നൊക്കെ പറയണേ, അറിയില്ല. എന്തായാലും അങ്ങനെ വെക്കാൻ പറ്റില്ല. കുറച്ച് കയറ്റിയിട്ടാൽ ചിലപ്പോൾ വരുന്നോളൂ. ഇങ്ങനെ ഫോൺ വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് റബ്ബർ വാങ്ങിയിട്ടുണ്ട്. റബ്ബർ മാതിരിയാണ് സാധനം വാങ്ങിയിട്ടുണ്ട്. അതൊഴിക്കട്ടെ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാം. നാളത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ ബമ്പർ, അതേപോലെ തന്നെ ബാക്കിലെ ബമ്പർ, കുറേ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ എർട്ടിഗയുടെ ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പർ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിമൂവും ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.